എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ മഹീന്ദ്രയുടെ താറാണ്. ഈ ഒരു താറിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ്. ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളും കൂടിയാണ് കേട്ടോ. കംപ്ലീറ്റ് ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു വെഹിക്കിൾ സെയിലുള്ളതാണ്. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് പാണ്ടിക്കാട് ഒരു വെഹിക്കിൾ സെയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിന്റെ റിവ്യൂ, ഡ്രൈവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് വാച്ച് ദി വീഡിയോ. സോ ദിസ് ഈസ് അവർ താർ. അപ്പോൾ ഇത് റിവ്യൂ എടുക്കാൻ വന്നത് കുറച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസിലോട്ടാണ്. ഏതായാലും ഓഫ് റോഡ് വെഹിക്കിൾ അല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതി. താർ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഗാംഭീര്യതയും അതുപോലെ തന്നെ ഹൈറ്റും വെയിറ്റും എല്ലാം ഈ ഒരു വെഹിക്കിളിന് ഉണ്ട്. ഫ്രണ്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കുറച്ച് ഈ ഒരു നമ്മൾ മഹീന്ദ്രയുടെ എല്ലാ ജീപ്പിലും കാണുന്നത് പോലെ തന്നെ നമ്മൾ ഓൾഡ് ജീപ്പ് മുതൽക്കേ ഈ ഒരു ഡിസൈൻസ് ആണ് നമ്മുടെ മഹീന്ദ്ര പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇടയിൽ കുറച്ച് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വെഹിക്കിളിന് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വെഹിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വർക്ക് എടുത്ത വെഹിക്കിളാണ്. അതാണ് നിങ്ങൾക്ക് അവിടെ കുറച്ച് റെഡ് എലമെന്റ്സും കാണാം. ഇന്റീരിയറിലും ചെറിയ തോതിൽ വർക്ക് ഉണ്ട്. ഇത് ഫ്രണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു LED ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. താഴത്ത് വരുമ്പോഴും അവിടെ ചെറിയൊരു ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്, അതും പ്രൊജക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത്. ഒക്കെ പ്രൊജക്ടർ ടൈപ്പാണ് കൊടുത്തിരുന്നത്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഫ്രണ്ടിലൊരു വലിയ ബമ്പർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിൽ ഈ ഒരു റെഡ്, ഈ ഒരു സംഭവങ്ങളൊക്കെ റെഡ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ താറിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് വ്യൂ. അത്യാവശ്യം നല്ല പവർ ബൾജിലായിട്ടുള്ള ബോണറ്റും ഇതൊക്കെ നമ്മളെ നോർമൽ സംഭവമാണ് വരുന്നത്. ഇവിടെയൊക്കെ ഓപ്പൺ ചെയ്തിട്ടില്ല, ആ ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ്. അവിടെയൊക്കെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. സൈഡ് പ്രൊഫൈൽ ഏകദേശം ഒരു 3.9 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു വെഹിക്കിളും കൂടെയാണ്. അതുപോലെ തന്നെ 2.4 മീറ്ററോളം ഒരു വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെഹിക്കിൾ തന്നെ. അലോയ് വീൽ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഒരു 5 സ്പോക്ക് അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡിസ്ക് ബ്രേക്കാണ്. ഈ ഒരു ഡിസ്കിൻ്റെ കാലിപ്പർ റെഡ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 255 18 ഇഞ്ചിൻ്റെ ഒരു അലോയിയാണ് ടയറാണ് കൊടുക്കുന്നത്. ഇവിടെ ഒക്കെ ഒരു തിക്കായിട്ടുള്ള ഒരു ക്ലാഡിങ് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ട്. തിക്കായിട്ടുള്ള ക്ലാഡിങ് തന്നെയാണ്, ഒരു ഫൈബറിൻ്റെ ക്ലാഡിങ് കാര്യങ്ങളും. താറിൻ്റെ ബാഡ്ജിങ് ആണ്. പിന്നെ അവിടെ കാണുന്ന ആ ഒരു സംഭവം 4x4 താർ എന്ന് എഴുതിയൊരു ബാഡ്ജിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് റെഡിൽ ചെയ്തൊരു എലമെൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലാക്ക്, പിന്നെ ഗ്ലാസ് അത്യാവശ്യം നല്ല ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്ക് തന്നെയാണ്. സെയിം ടയർ ആൻഡ് അലോയ്. അതുപോലെ തന്നെ 4x4 ബാഡ്ജിങ് കാണാം. പിന്നെ ഏറ്റവും വലിയതായിട്ടുള്ള സംഭവമാണ് ഈ ഒരു ക്വാർട്ടറിൻ്റെ ഗ്ലാസ്. ഇത് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫൈബർ ഒരു ക്ലാഡിങ് കാര്യങ്ങളും കൊടുത്തു. ഒരു ട്രഡീഷണൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ടയറും കാര്യങ്ങളൊക്കെ, അതായത് സ്പെയർ വീലും കാര്യങ്ങളൊക്കെ ചെയ്തത് ആ ഒരു ട്രഡീഷണൽ സെറ്റപ്പിൽ തന്നെ. ഒക്കെ നമ്മൾ ടെയിലാകുമ്പോൾ നമ്മൾ ചെയ്തതാണ്, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ബ്ലാക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഈ ക്യാമറ യൂണിറ്റ് എവിടെ വരുന്നത് വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റിൻ്റെ താഴെയാണ് കേട്ടോ. നമ്പർ പ്ലേറ്റിൻ്റെ അവിടെയാണ്. പിന്നെ ഡിഫോക്കസ് ലൈനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ആണ് കേട്ടോ. ഡിഫോക്കസ് ലൈൻ ഉണ്ട്. പിന്നെ ബൂട്ട് നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലാഡിങ് അത്യാവശ്യം നല്ല തിക്കായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഉണ്ട് കേട്ടോ. പിന്നെ സൈഡ് ഫ്രണ്ടും അതുപോലെ തന്നെ ബാക്ക് സൈഡിലൊക്കെ ഈ ഒരു തിക്ക് ഫൈബറിൻ്റെ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ കൂടുതലായിട്ടൊന്നും താഴെ ചെറിയ റിഫ്ലക്ടറും കാര്യം കൊടുത്തിന്. ബൂട്ട് നമുക്ക് കീ കൊണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ ബൂട്ട് അറിയാലോ, ചെറിയൊരു ബൂട്ടാണ് എങ്കിൽ നല്ലൊരു ഹൈറ്റ് ഉണ്ട്. ഉള്ളിലോട്ട് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കൊരു ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാം. ഉള്ളിൽ കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പേസിലോട്ട് ചെറിയ രീതിയിലുള്ളൊരു സംഭവമുള്ളൂ. നമുക്ക് ഉള്ളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനം ലോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആകെ ഒരു ചെറിയൊരു പോരായ്മ എന്താ വെച്ചാൽ ഉള്ളിലുള്ള കൺട്രോൾ അല്ല, ഇവിടെ കീ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഫ്യൂവൽ നടക്കാൻ, അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഇന്റീരിയറിലോട്ട് ഈ ഒരു സ്റ്റിയറിംഗ് വീല് കുറച്ചുകൂടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു സംഭവമാണ്. ഇവിടെ ഒരു നമ്മളെ കാർബൺ ഫൈബറിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെ ചെയ്തൊരു സ്പോർട്ടി സ്റ്റീറിംഗ് വീലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ്. ഇവിടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ക്രൂസ് കൺട്രോളിൻ്റെ സെറ്റപ്പാണ്. ഇവിടെ നമുക്ക് വോളിയത്തിൻ്റെ അതുപോലെ തന്നെ കോളിൻ്റെ ഒക്കെ കൺട്രോൾസ് ആണ് വരുന്നത്. സ്ക്രീന് ചെറിയൊരു അനലോഗ് മീറ്ററും അതുപോലെ തന്നെ ഡിജിറ്റൽ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ അത്യാവശ്യം രീതിയിലുള്ള വാർണിംഗ്സും കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. ടയർ പ്രഷർ, അതുപോലെ തന്നെ 4x4 കൺട്രോൾസ്, ട്രാക്ഷൻ കൺട്രോൾ, 4 വീൽ ഡ്രൈവിൻ്റെ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ അതിന് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വെഹിക്കിൾ കണ്ടില്ലേ. ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു സ്റ്റിയറിംഗ് ഹൈലൈറ്റ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് താഴെ ഒരു ചെറിയ നോബ് വരുന്നുണ്ട്. കുറച്ച് ഏറിയോ മേടിക്കണ്ട, നല്ല വെയിറ്റുള്ള സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് ഇല്ല. നമുക്ക് ഇങ്ങോട്ട് പുള്ള് ചെയ്യാൻ പറ്റില്ല. ഫോണൊന്ന് കളിച്ചാൽ അത്യാവശ്യം ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഹോൺ തന്നെയാണ്. 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ കൊടുത്തു. വെഹിക്കിളിൻ്റെ ഇൻഫർമേഷൻസും കാണാൻ സർവീസ് ഇൻഫോ അതുപോലത്തെ അങ്ങനത്തെ ഐറ്റംസ് കാണാം. പിന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ,
നാവിഗേഷൻസ്, പിന്നെ ഇവിടെ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യാനാണ്, ഇതൊക്കെ പിടിച്ച് ഓഫ് ആവട്ടോ. അപ്പോൾ ഗുഡ് ബൈ ഒക്കെ നല്ലൊരു തീമിലൊക്കെയാണ്. ടൈമിങ് കാര്യങ്ങളൊക്കെ അപ്പോഴും വർക്കിംഗ് ആണ്. പിന്നെ ഇവിടെ എ സിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കിയാൽ ഒരു സ്റ്റീൽ ഫിനിഷും അതുപോലെ തന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കാർബൺ ഫൈബറിൻ്റെ ട്രിം പോലെ ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റും നമുക്ക്. അത്യാവശ്യം നല്ല രീതിക്ക് പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. അതായത് ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ആയതുകൊണ്ടും, പിന്നെ നിങ്ങൾക്കറിയില്ല നോർമൽ പണ്ട് മഹീന്ദ്ര ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന്, പക്ഷെ അതിൽ നിന്നൊക്കെ ഈ ഒരു വെഹിക്കിളിലോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയാണ് ഇതിന് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അത് ഈ ഒരു ഭാഗത്തുണ്ട്, നിങ്ങൾക്ക് കയറാൻ ഇറങ്ങാനും ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതൊരു ഓഫ് റോഡ് സ്പെക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പിടിച്ചിരിക്കാനൊക്കെ പറ്റിയ രീതിയിൽ അതിനിവിടെ ഒരു ഹാൻഡിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിടിച്ചിരിക്കാൻ. ക്ലോ ബോക്സ്, ചെറിയൊരു ക്ലോ ബോക്സ് ആണ്. പിന്നെ ആ ഭാഗം കാണുന്നത് സ്പീക്കറാണ് കേട്ടോ. ഫ്രണ്ടിൽ നമുക്കൊരു സാധനം കാണാം, അവിടെ കണ്ടോ, കുറച്ച് ഒട്ടകവും താറും അങ്ങനത്തെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. പിന്നെ എല്ലായിടത്തും ആ ഒരു കാർബൺ ഫൈബറിൻ്റെ ട്രിമ്മിങ് ആണ്. എ സിൻ്റെ മുകളിൽ ചെറിയ തോതിൽ സംഭവങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ എ സിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ എയർ ബാഗിൻ്റെതും അതുപോലെ തന്നെ ആ വാർണിങ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സാറ്റലൈറ്റ് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഓക്സിജൻ്റെ കൺട്രോൾസും 12 വോൾട്ടിൻ്റെ സോക്കറ്റും ചെറിയ സ്റ്റോറേജ് സ്പേസും കാണുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, അതൊക്കെയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറയാം. ഈ ഒരു ഭാഗം വരുന്നത് ഇതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ കൺട്രോൾസ് ആണ് കേട്ടോ. 4 വീൽ ഡ്രൈവ് കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ ബ്രേക്ക് പ്രസ് ചെയ്യുക, ഈ വെഹിക്കിൾ എന്ത് ചെയ്യുക, ന്യൂട്രലോട്ട് ഇടുക, ന്യൂട്രലോട്ട് ഇട്ടിട്ട് താഴത്തോട്ട് പ്രസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. റിവേഴ്സിലാണ് ന്യൂട്രൽ. നിങ്ങൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് താഴത്തേക്ക് വന്നിട്ട് ഒന്ന് ജസ്റ്റ് പുള്ളി ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പ്. എന്നിട്ട് കണ്ടോ, ഇതൊന്ന് താഴത്തേക്കാവും, സോറി കണ്ടോ, ഇങ്ങനെ താഴത്തോട്ട് ആക്കാൻ പറ്റും കേട്ടോ. പിന്നെ ജസ്റ്റ് ഇങ്ങനെ മുന്നേക്ക് പുള്ളി ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. പിന്നെ പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെയാണ്, കാരണം ഡോർ പാഡിൽ വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഇവിടോട്ട് വരുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾസിൻ്റെ കാര്യങ്ങളും ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെയാണ് വരുന്നത്. സീറ്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ സീറ്റ് തന്നെയാണ് കേട്ടോ. ആ സ്റ്റിച്ചിങ് ആയാലും പിന്നെ ഇവിടെ ഒരു താറിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു വേറൊരു മെറ്റീരിയലാണ്. ഈ റെഡ് എലമെൻസും പിന്നെ റൂഫൊക്കെ ബ്ലാക്ക് ആണ്, കണ്ടില്ലേ. ഇവിടെയൊക്കെ ഒരു ആ ഒരു കട്ടിങ് ഡിസൈൻസും ബാക്കിലാണ് ലൈറ്റും കാണാൻ വരുന്നത്. ഇതിൽ സ്പീക്കേഴ്സ് ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ബ്ലാക്ക് ആണ്. ഞാൻ ആ ബാക്കിലോട്ട് കാണിച്ചു തരാം. നമുക്ക് ആ സൈഡ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ബേസ് കൺട്രോൾ, ഹിൽ അസെൻറ്റ് കൺട്രോൾ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. പിന്നെ 2 എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ഫ്രണ്ട് അറിയാലോ, നല്ല ഹൈറ്റിലൊരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ വിസിബിലിറ്റി ഒക്കെ പക്കയാണ് കേട്ടോ. നല്ലൊരു ഹൈറ്റിലെ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് പ്രൗഡിയാണ്. പിന്നെ ഒരു വെഹിക്കിൾ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സൈഡിലോട്ടൊന്ന് കയറാം. ബാക്ക് സൈഡിലോട്ട് കയറണമെങ്കിൽ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ചെറിയൊരു കൺട്രോൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പിടിച്ച് പൊക്കിയാൽ നമുക്ക് ബാക്കിലോട്ട് കയറാൻ പറ്റും. ഞാൻ കുറച്ച് മുന്നിലോട്ട് ഇട്ടിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് സ്പേസ് നോക്കി മനസ്സിലാവും. ഏകദേശം ഈ ഒരു ഗ്യാപ്പ് പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു USB-ൻ്റെ സംഭവം കാര്യങ്ങളും കാണാം. ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഗ്ലാസ്സിലോട്ടുള്ള വ്യൂ ഒന്നും കുഴപ്പമില്ല. ഒരു ഹാൻഡിലും കാര്യങ്ങളും ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളും കാണാം. അത് 2 സൈഡിലും വരുന്നുണ്ട് ഈ ഒരു സംഭവം. ബാക്കിൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലോ, 2 പേർക്കൊക്കെ വ്യക്തമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ചെറുതാണ്. പിന്നെ താർ റോക്സ് ഇപ്പോൾ ഇറങ്ങിയോണ്ട് 5 ഡോർ സംഭവം ഇറങ്ങിയോണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു മാക്സിമം ഒരു 3 kg എന്തെങ്കിലും സാധനങ്ങൾ ഹാങ് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇതിനൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഫുഡ് സ്റ്റെപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും കുഴപ്പമില്ല. അതാണ് ഇവിടുന്ന് ബാക്കിലോട്ടുള്ള ഒരു സംഭവം, കണ്ടില്ലേ. തെറ്റില്ലാത്ത രീതിയിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം, 2 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കും. സോ വെഹിക്കിൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അത് ആദ്യം തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇവിടെ ചെറിയൊരു ബട്ടൺ വരുന്നുണ്ട്. ബ്രേക്ക് പ്രസ് ചെയ്യുക, നേരെ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക, D. അതുപോലെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും D. നമ്മളിങ്ങനെ ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റ് ഷിഫ്റ്റ് തന്നെയാണ്. ഇവിടെ ചെറിയൊരു ഇത് വരുന്നുണ്ട്, ഓഫ് റോഡ് അല്ല, ഒന്ന് ഓഫ് റോഡ് രീതിക്ക് ഡ്രൈവ് ചെയ്യാമെന്ന് കരുതി. സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഓടിക്കുന്നത് ഒരു പെട്രോൾ എഞ്ചിനാണ്. അത് ഇവിടുത്തെ ഒരു കയറ്റാണ്. ഞാൻ ഇവിടെ ഒരു സെറ്റപ്പ് കാട്ടിത്തരാം കേട്ടോ. പിന്നെ ഹില്ലോൾ സെറ്റപ്പ്. ഞാൻ കയറ്റത്ത് വണ്ടി നിർത്തി. വണ്ടി ഇപ്പോൾ കാര്യം അത്യാവശ്യം നല്ല രീതിക്ക് കയറ്റത്താണ്. ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്തുക്കുന്നു. വണ്ടി കണ്ടില്ലേ, ബാക്കിലോട്ട് ഇറങ്ങുന്നില്ല. ഹില്ലോൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിക്ക് ഫീച്ചറുള്ള ഒരു വെഹിക്കിളും കൂടെയാണ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു പെട്രോൾ എഞ്ചിനാണ്. അതായത് 2 ലിറ്റർ
ടെർബോ ചാർജ്ഡ് എംസ്റ്റാലിയൻ്റെ ഒരു പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 150 BHP അതുപോലെ തന്നെ 300 Nm ടോർക്കുമാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിലൊരു മാനുവൽ വെർഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൈലേജ് ഏകദേശം ഒരു അത്യാവശ്യം ഓട്ടോമാറ്റിക്കും പെട്രോൾ ആയതുകൊണ്ട് തന്നെ അറിയാലോ 10-12 പ്രതീക്ഷിച്ചാൽ മതി. അതുപോലെ തന്നെ നല്ല രീതിക്ക് ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ ഉണ്ട്. ബോഡി റോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുള്ളൊരു ബോഡി റോൾ ഉണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലൊരു ബോഡി റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ കംഫർട്ടുള്ള വെഹിക്കിൾ തന്നെയാണ്. ഇതൊരു ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് കേട്ടോ. ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ്. ഗിയറും കാര്യങ്ങളൊന്നും ലാഗൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്രൂസ് ചെയ്യാനും നല്ല ഫാസ്റ്റിംഗ് ഷിഫ്റ്റ് തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ലൊരു സ്മൂത്ത് ഡ്രൈവ് തന്നെ. ഇത് നല്ല ഫ്രണ്ട് വ്യൂ ഒക്കെ നല്ല ആസ്വദിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റ് ഉള്ളൊരു വ്യൂ തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇത് 4 വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 4 വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കുന്നും മലയും സുഖമായിട്ട് കയറി പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഫാമിലി പർപ്പസിനും എന്നാൽ ഓഫ് റോഡ് സ്പെക്കിനും പറ്റിയ ഒരു കിടിലൻ വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ മഹീന്ദ്രൻ്റെ താർ. മഹീന്ദ്രനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏത് കുന്നും മലയും എന്ത് ചെയ്തോളും ഇവൻ കയറിപ്പോയിക്കോളും. അത്യാവശ്യം നല്ല രീതിക്ക് ഫീച്ചേഴ്സും, അതായത് 2 എയർ ബാഗും ESPയും ABSഉം അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് കൺട്രോളും ഹിൽ ഡിസെൻഡ് കൺട്രോളും അസെൻഡ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് കയറ്റത്ത് നിർത്താനും എല്ലാത്തിനും പറ്റിയൊരു വെഹിക്കിളാണ്. പിന്നെ അത്യാവശ്യം ഒരു പ്രീമിയം സെറ്റപ്പ് തന്നെയാണ് ഇന്റീരിയർ. ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉള്ളിലിട്ട് നല്ല രീതിക്ക് ഫീൽ ചെയ്യും കേട്ടോ. നല്ലൊരു രസമുണ്ട് കേൾക്കാം. ഒന്നുകൂടെ കാല് കൊടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് റോഡ് ചെറിയൊരു പ്രശ്നമായതുകൊണ്ട് വാവ് നൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കണ്ട ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ വരുന്നത്. പിന്നെ ഇതിന് ഡീസൽ എഞ്ചിൻ പറയുന്നുണ്ടെങ്കിൽ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനും കൂടെ ഉണ്ട്. അതും 6 സ്പീഡ് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനും വരുന്ന ഒരു എഞ്ചിനാണ്. ഏകദേശം ഒരു 130 HP അതുപോലെ തന്നെ 300 Nm ടോർക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. HP ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് 2.2 ലിറ്റർ ആണ്, ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. ഇത് പെട്രോൾ എഞ്ചിനിലോട്ട് 2 ലിറ്റർ എംസ്റ്റാലിയന്റെ ഒരു പെട്രോൾ എഞ്ചിനുമാണ് കേട്ടോ. ഒരു ഡിഫൻഡർ നോക്കി ഗൈസ്, എക്സ്ട്രീം ഓഫ് റോഡർ, കുഴപ്പമില്ല. എന്തായാലും നമ്മളൊരു താറിൽ തന്നെയാണ്. താറ് എത്ര ആൾക്കാർ ഇപ്പോൾ നോക്കിയെന്ന് അറിയാം നമ്മൾ ഈ ഒരു വെഹിക്കിൾ പോകുമ്പോൾ. ഒന്നാമത് ഈ ഒരു വെഹിക്കിൾ അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് മോഡിഫൈ ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് മോഡിഫൈ ഒക്കെ ചെയ്ത് കിടലിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇവയാണ് കാട്ടിത്തരാം. ഇവിടെ അടിയിൽ ആദ്യം ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുത്തെ ക്ലിപ്പൊക്കെ അയക്കണം. സോ ഇതാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നമ്മൾ പറഞ്ഞു. എന്താ പറയുക, നല്ലൊരു പവർഫുൾ വെഹിക്കിൾ നോക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം കുറച്ച് ബിഗ്ഗായിട്ട് ഒരു പവർഫുൾ വെഹിക്കിളിൻ്റെ എഞ്ചിൻ ബേ തുറന്ന് നോക്കുന്ന പോലെ തന്നെയാണ് ഇതും വരുന്നത്. ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല റിഫൈൻഡ് തന്നെയാണ്. കൂടുതൽ നോയ്സും കാര്യങ്ങളൊന്നുമില്ല. ഹൈഡ്രോളിക് സ്റ്റഡല്ല നോർമൽ സ്റ്റഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസും. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് മഹീന്ദ്ര താർ ഈ 2021 മോഡൽ വരുന്ന ഏകദേശം 63,000 കിലോമീറ്ററോട് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു വെഹിക്കിളാണ് കേട്ടോ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് ഏകദേശം 13,90,000 രൂപയാണ്. സ്ലൈറ്റ്ലി എന്ത് ചെയ്യാണ്, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വെഹിക്കിൾ എവിടെ വെച്ചാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്ത് ഫോക്കസ് മോട്ടോഴ്സിലാണ് വെഹിക്കിൾ സെയിലിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. പ്രീമിയം കാർസിനും അതുപോലെ തന്നെ നോർമൽ കാർസിനും ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.